കഥ ഇന്ത്യയും ഉണ്ടയും. ശ്രീനി ബാലുശ്ശേരി. മഞ്ഞപ്പാലത്തു നിന്നും കൂട്ടാലിടയിലേക്കുള്ള ചെമ്മൺ റോഡ് ദശാബ്ദങ്ങളായി അലങ്കോലപ്പെട്ടു കിടക്കുന്നു. ഉടുത്തുടുത്തു പിഞ്ചിയ ഒരു നീളൻ കാവിച്ചേല പോലെയാണ് അതിന്റെ കോലം. ചാലുകൾ, കുഴികൾ, മുഴകൾ. മഴക്കാലത്ത് ചെളിപിളി ലേഹ്യം, വേനലിലോ പൊടിപൂരം. റോഡൊന്ന് കുഴി തൂർത്ത് ചാലടച്ച് വീതി കൂട്ടി ടാറിട്ട് കിട്ടിയാൽ കൂട്ടാലിടയ്ക്കപ്പുറമുള്ള കൂരാച്ചുണ്ട് മലമുകളിൽ നിന്ന് വരുന്ന കർഷകർക്ക് അനുഗ്രഹം. പനങ്ങാട് സ്കൂളിലേക്ക് വരുന്ന കർഷകർ മക്കൾക്കും അനുഗ്രഹം. തൂങ്ങിപ്പോവാൻ 2 ബസ്സും ഇടാം. പഞ്ചായത്ത് ഇലക്ഷന് വാർഡ് സ്ഥാനാർത്ഥി പറയും ടാറിട്ട് മിനുക്കിത്തരാം. അസംബ്ലി ഇലക്ഷന് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പറയും റോഡ് മൊസൈക്ക് ഇടാം. ഏതായാലും ഇതിന് നീട്ടിക്കൂടാ. പ്രക്ഷോഭം തന്നെ തുടങ്ങിക്കളയാം. ധർണയാവാം, നിരാഹാരമാവാം, പിക്കറ്റിംഗ് ആവാം. അറ്റകൈക്ക് മന്ത്രിയെ റോഡിൽ തടയുകയുമാവാം. റോഡ് വരണം. ഗ്രാമീണർ ചെന്നു കണ്ടത് കുമാരൻ മാസ്റ്ററെയാണ്. മാഷേ, നമുക്ക് ആ റോഡ് സർക്കാരിനെ കൊണ്ട് നന്നാക്കിക്കണം. നമ്മളെ വോട്ടിനും വേണ്ട ഒരു വില. കുമാരൻ മാസ്റ്റർ തലകുലുക്കി. വേണം. കുമാരൻ മാസ്റ്റർ ബാലൻ മാസ്റ്ററോട് പറഞ്ഞു. ബാലൻ മാസ്റ്റർ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. കുമാരൻ മാസ്റ്റർ മലയാളം വിദ്വാനാണ്. അവരിരുവരും ഗ്രാമീണരോട് പറഞ്ഞു, ആദ്യമായിട്ട് റോഡ് പുനരുദ്ധാരണ കമ്മിറ്റി നമുക്കുണ്ടാക്കണം. കമ്മിറ്റി ഉണ്ടാക്കി. പ്രസിഡന്റ് ആവാൻ ബാലൻ മാസ്റ്ററേക്കാൾ ശ്രേഷ്ഠൻ ആ നാട്ടിലില്ല. ഒരു ഞായറാഴ്ച ദിവസം സ്കൂളിൽ വെച്ചു തന്നെ യോഗം ചേർന്നു. യോഗ നോട്ടീസ് കുമാരൻ മാസ്റ്റർ തന്നെ സ്വന്തം ചെലവിൽ അച്ചടിച്ചു. ടാറിട്ട റോഡ് സ്വപ്നം കണ്ടുകൊണ്ട് ഗ്രാമത്തിലെ ഒട്ടുമിക്ക പ്രമാണിമാരും യോഗത്തിന് ഹാജരായി. കുമാരൻ മാസ്റ്റർ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ നിവേദനത്തിൽ എല്ലാ വസ്തുവകകളും ഉൾക്കൊള്ളിച്ചിരുന്നു. നിർദ്ദിഷ്ട റോഡ് മഞ്ഞപ്പാലം മുതൽ കൂട്ടാലിട വരെ നന്നാക്കിയാൽ മലഞ്ചരക്ക് കർഷകരിലൂടെ സർക്കാരിനുണ്ടായേക്കാവുന്ന വമ്പിച്ച നേട്ടം വരെ അദ്ദേഹം എടുത്തുകാട്ടി. നിവേദനം സമാപിച്ചത് ഇങ്ങനെയാണ്: ആയതിനാൽ അനധിവിദൂര ഭാവിയിൽ തന്നെ റോഡ് പുനരുദ്ധീകരിച്ച് ഗ്രാമീണരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ റോഡ് പുനരുദ്ധാരണ കമ്മിറ്റി യോഗം ഐക്യകണ്ഠേന അപേക്ഷിക്കുന്നു. കുമാരൻ മാസ്റ്റർ നിവേദനം വായിച്ചു തീർത്ത് ഉൾപ്പുളകത്തോടെ സദസ്സിനെ ഒന്ന് നോക്കി. അപ്പോഴാണ് ബാലൻ മാസ്റ്റർ പതുക്കെ ചോദിച്ചത്, അല്ല കുമാരൻ മാഷേ, നിവേദനത്തിൽ ചെറിയ അക്ഷരപ്പിശകുണ്ടോ എന്നൊരു സംശയം. പെട്ടെന്ന് കുമാരൻ മാസ്റ്ററുടെ മുഖത്തേക്ക് അമർഷത്തിന്റെ കാർ ഇരമ്പി. മലയാളം വിദ്വാൻ 1ാം റാങ്കിൽ പാസ്സായ തനിക്ക് അക്ഷരപ്പിശകോ? ആശാൻ അക്ഷരം പിഴയ്ക്കുകയോ? അല്ലെങ്കിലും കുറച്ചു കാലമായി ബാലൻ മാസ്റ്റർ തന്നെ ഇളക്കാൻ തുടങ്ങിയിട്ട്. സാഹിബിന്റെ ഭാഷ സ്വല്പം വശമുള്ള അഹങ്കാരം എന്നല്ലാതെ എന്തു പറയാൻ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ബാലൻ മാഷേ. ബാലൻ മാസ്റ്റർ വിശദീകരിച്ചു. ഐക്യകണ്ഠേന എന്ന പദം തെറ്റല്ലേ മാഷേ? ഐകകണ്ഠ്യേന എന്നതല്ലേ ശരി? ഇന്ത്യ എന്നല്ലേ വേണ്ടത്? കുമാരൻ മാസ്റ്റർ പുച്ഛത്തോടെ നിഷേധിച്ചു. ഞാൻ പോസ്റ്റൽ കോച്ചിങ്ങിലൂടെയല്ല വിദ്വാൻ പാസ്സായത്, ബുദ്ധി ഉപയോഗിച്ച് പഠിച്ചിട്ട് തന്നെയാണ്. ആ പറഞ്ഞത് ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയിലൂടെ MA എടുത്ത ബാലൻ മാസ്റ്റർ കിട്ടൊരു കുത്താണെങ്കിലും അത് ശ്രദ്ധിക്കാതെ ബാലൻ മാസ്റ്റർ പറഞ്ഞു, മനുഷ്യരല്ലേ കുമാരൻ മാഷേ, തെറ്റുവരാൻ വഴിയില്ലേ? സർക്കാരിലേക്ക് പോവേണ്ട ഒരു നിവേദനമല്ലേ? ഒരു അധ്യാപകൻ അക്ഷരം തെറ്റിക്കുന്നത് ഭൂഷണമാണോ? എന്നെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെയാ തെറ്റു മനസ്സിലാവുക? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് മലയാളം ഗ്രാമർ ഒരു പ്രശ്നമല്ലല്ലോ. ഒരേ സ്വരത്തിലൂടെ എന്നർത്ഥമുള്ള ഐക്യകണ്ഠേന എന്നതാ ശരി. പക്ഷെ ബാലൻ മാസ്റ്റർക്ക് അത് തീരെ ദഹിക്കുന്നില്ല. കുമാര, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെങ്കിലും ഞാനും ഈ കേരള പാണിനിയും ഭാഷാഭൂഷണം വൃത്തമഞ്ജരിയും ഒക്കെ കണ്ടവൻ തന്നെയാണ്. ഐകകണ്ഠ്യേന, അതായത് ഐകം ഒരേ, ഒന്നായി, കണ്ഠ്യേന കണ്ഠത്തിലൂടെ, ഒരേ കണ്ഠമായി. ഇന്ത്യയല്ല ഇന്ത്യ, അതാ ശരി. താൻ എവിടുത്തെ മലയാളം പണ്ഡിറ്റാടോ? ബാല, മര്യാദയ്ക്ക് സംസാരിക്കണം. എൻ്റെ മലയാളം പ്രാവീണ്യത്തെ ഇന്നുവരെ ഒരുത്തനും ചോദ്യം ചെയ്തിട്ടില്ല. ഈ സ്കൂളിൽ ഞാൻ 25 കൊല്ലമായി കയ്യിൽ കുത്തുന്നു. ഒരു ശിഷ്യനും എൻ്റെ ഗ്രാമറിൽ സംശയാലുവായിട്ടില്ല. ഇന്ത്യയല്ല ഉണ്ടയാ. അപ്പോഴാണ് യോഗത്തിൽ സന്നിഹിതനായിരുന്ന ഒരു ശുദ്ധ ഗ്രാമീണൻ എഴുന്നേറ്റത്. അല്ല മാഷന്മാരെ, പഠിപ്പില്ലെങ്കിലും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കൂ. 2 പേരുടെ വാദവും വേണ്ട. ആ അർത്ഥം വരുന്ന ഏകകണ്ഠമായി എന്ന് മാറ്റിയാൽ പ്രശ്നം തീരൂലേ? കുമാരൻ മാസ്റ്റർ വിട്ടില്ല. അതെങ്ങനെയാ തീരുന്നത്?
അപ്പൊ ഞാൻ എഴുതിയ ഐക്യകണ്ഠേന തെറ്റാണെന്ന് സമ്മതിക്കലല്ലേ അത്? ഗ്രാമീണൻ തുടരാൻ ശ്രമിച്ചു. ആശയം വ്യക്തമാക്കുകയല്ലേ നമുക്ക് ആവശ്യം മാഷുമാരെ. താൻ ഏതുവരെ പഠിച്ചു? കുമാരൻ മാസ്റ്ററും ബാലൻ മാസ്റ്ററും ഒരുമിച്ചാണ് ചോദ്യം. ഞാൻ സാക്ഷരതാ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. എന്നാ മിണ്ടാതിരി, ഈ ബാലനെ വിവരം വെപ്പിക്കാമോ എന്ന് ഞാൻ നോക്കട്ടെ. കുമാരൻ മാസ്റ്റർ ബാലൻ മാസ്റ്ററുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയാണത് പറഞ്ഞത്. അപ്പോഴാവട്ടെ അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ ബാലൻ മാസ്റ്ററുടെ വലത് കണ്ണിൽ കൊണ്ടുപോയി. അത് കൽപ്പിച്ചു കൂട്ടിയാണെന്ന് ബാലൻ മാസ്റ്റർക്ക് തോന്നി. മലയാളത്തിന്റെ ABCD അറിയാത്ത തന്നെ ഏത് വിവരം കെട്ടവനാടാ മാഷാക്കിയത്? ഇത് പറഞ്ഞുകൊണ്ട് ബാലൻ മാസ്റ്റർ കുമാരൻ മാസ്റ്ററുടെ കണ്ണിലും ഒരു കുത്തു കൊടുത്തു. അതോടെ അടി തുടങ്ങി. ഗ്രാമീണർ തരിച്ചു നിന്നുപോയി. തരിപ്പ് തീർന്നപ്പോൾ അവർ കാണുന്നത് ബാലൻ മാസ്റ്ററും കുമാരൻ മാസ്റ്ററും പരസ്പരം മാന്തിയും നുള്ളിയും നിലത്ത് കിടന്ന് ഉരുളുന്നതാണ്. പെട്ടെന്നാണ് മാനത്ത് മഴക്കാരുണ്ട് കൂടിയതും പെരുമഴ ആർത്തിരമ്പി പെയ്തതും. സ്കൂളും പരിസരവും ഇരുട്ടിൽ മുങ്ങി. അനന്തരം പ്രളയം സംഭവിച്ചു. പ്രളയത്തിൽ മഞ്ഞപ്പാലം മുതൽ കൂട്ടാലിട വരെയുള്ള റോഡ് മുഴുവൻ, പിന്നെ ഗ്രാമം മുഴുവൻ മുങ്ങിപ്പോയി. തദനന്തരം ദൂരെ നോഹയുടെ പെട്ടകം പ്രത്യക്ഷമായി. വംശാവലിയുടെ നിലനിൽപ്പിനും തിരുവഴുത്ത് നിവൃത്തിയാക്കേണ്ടതിലുമായി കുമാരൻ മാസ്റ്ററും ബാലൻ മാസ്റ്ററും മാത്രം പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. നന്ദി.
മഞ്ഞപ്പാലത്തു നിന്നും കൂട്ടാലിടയിലേക്കുള്ള ചെമ്മൺ റോഡ് ദശാബ്ദങ്ങളായി അലങ്കോലപ്പെട്ടു കിടക്കുന്നു. ഉടുത്തുടുത്തു പിഞ്ചിയ ഒരു നീളൻ കാവിച്ചേല പോലെയാണ് അതിൻ്റെ കോലം. ചാലുകൾ, കുഴികൾ, മുഴകൾ. മഴക്കാലത്ത് ചെളിപിളി ലേഹ്യം, വേനലിലോ പൊടി പൂരം. റോഡൊന്ന് കുഴി തൂർത്ത് ചാലടച്ച് വീതി കൂട്ടി ടാറിട്ട് കിട്ടിയാൽ കൂട്ടാലിടയ്ക്കപ്പുറമുള്ള കൂരാച്ചുണ്ട് മലമുകളിൽ നിന്ന് വരുന്ന കർഷകർക്ക് അനുഗ്രഹം. പനങ്ങാട് സ്കൂളിലേക്ക് വരുന്ന കർഷകർ മക്കൾക്കും അനുഗ്രഹം. തൂങ്ങിപ്പോവാൻ 2 ബസ്സും ഇടാം. പഞ്ചായത്ത് ഇലക്ഷന് വാർഡ് സ്ഥാനാർത്ഥി പറയും ടാറിട്ട് മിനുക്കിത്തരാം. അസംബ്ലി ഇലക്ഷന് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പറയും റോഡ് മൊസൈക്ക് ഇടാം. ഏതായാലും ഇതിന് നീട്ടിക്കൂടാ. പ്രക്ഷോഭം തന്നെ തുടങ്ങിക്കളയാം. ധർണയാവാം, നിരാഹാരമാവാം, പിക്കറ്റിംഗ് ആവാം. അറ്റകൈക്ക് മന്ത്രിയെ റോഡിൽ തടയുകയുമാവാം. റോഡ് വരണം. ഗ്രാമീണർ ചെന്നു കണ്ടത് കുമാരൻ മാസ്റ്ററെയാണ്. മാഷേ, നമുക്ക് ആ റോഡ് സർക്കാരിനെ കൊണ്ട് നന്നാക്കിക്കണം. നമ്മളെ വോട്ടിനും വേണ്ട ഒരു വില. കുമാരൻ മാസ്റ്റർ തലകുലുക്കി. വേണം വേണം. കുമാരൻ മാസ്റ്റർ ബാലൻ മാസ്റ്ററോട് പറഞ്ഞു. ബാലൻ മാസ്റ്റർ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. കുമാരൻ മാസ്റ്റർ മലയാളം വിദ്വാനാണ്. അവരിരുവരും ഗ്രാമീണരോട് പറഞ്ഞു, ആദ്യമായിട്ട് റോഡ് പുനരുദ്ധാരണ കമ്മിറ്റി നമുക്കുണ്ടാക്കണം. കമ്മിറ്റി ഉണ്ടാക്കി. പ്രസിഡന്റാവാൻ ബാലൻ മാസ്റ്ററേക്കാൾ ശ്രേഷ്ഠൻ അന്നാട്ടിലില്ല. ഒരു ഞായറാഴ്ച ദിവസം സ്കൂളിൽ വെച്ചു തന്നെ യോഗം ചേർന്നു. യോഗ നോട്ടീസ് കുമാരൻ മാസ്റ്റർ തന്നെ സ്വന്തം ചെലവിൽ അച്ചടിച്ചു. ടാറിട്ട റോഡ് സ്വപ്നം കണ്ടുകൊണ്ട് ഗ്രാമത്തിലെ ഒട്ടുമിക്ക പ്രമാണിമാരും യോഗത്തിന് ഹാജരായി. കുമാരൻ മാസ്റ്റർ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ നിവേദനത്തിൽ എല്ലാ വസ്തുവകകളും ഉൾക്കൊള്ളിച്ചിരുന്നു. നിർദ്ദിഷ്ട റോഡ് മഞ്ഞപ്പാലം മുതൽ കൂട്ടാലിട വരെ നന്നാക്കിയാൽ മലഞ്ചരക്ക് കർഷകരിലൂടെ സർക്കാരിനുണ്ടായേക്കാവുന്ന വമ്പിച്ച നേട്ടം വരെ അദ്ദേഹം എടുത്തുകാട്ടി. നിവേദനം സമാപിച്ചത് ഇങ്ങനെയാണ്. ആയതിനാൽ അനധിവിദൂര ഭാവിയിൽ തന്നെ റോഡ് പുനരുദ്ധീകരിച്ച് ഗ്രാമീണരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ റോഡ് പുനരുദ്ധാരണ കമ്മിറ്റി യോഗം ഐക്യകണ്ഠേന അപേക്ഷിക്കുന്നു. കുമാരൻ മാസ്റ്റർ നിവേദനം വായിച്ചു തീർത്ത് ഉൾപ്പുളകത്തോടെ സദസ്സിനെ ഒന്ന് നോക്കി. അപ്പോഴാണ് ബാലൻ മാസ്റ്റർ പതുക്കെ ചോദിച്ചത്, അല്ല കുമാരൻ മാഷേ, നിവേദനത്തിൽ ചെറിയ അക്ഷരപ്പിശകുണ്ടോ എന്നൊരു സംശയം. പെട്ടെന്ന് കുമാരൻ മാസ്റ്ററുടെ മുഖത്തേക്ക് അമർഷത്തിന്റെ കാറിരമ്പി. മലയാളം വിദ്വാൻ 1ാം റാങ്കിൽ പാസ്സായ തനിക്ക് അക്ഷരപ്പിശകോ? ആശാൻ അക്ഷരം പിഴയ്ക്കുകയോ? അല്ലെങ്കിലും കുറച്ചു കാലമായി ബാലൻ മാസ്റ്റർ തന്നെ ഇളക്കാൻ തുടങ്ങിയിട്ട്. സാഹിബിന്റെ ഭാഷ സ്വല്പം വശമുള്ള അഹങ്കാരം എന്നല്ലാതെ എന്തു പറയാൻ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ബാലൻ മാഷേ. ബാലൻ മാസ്റ്റർ വിശദീകരിച്ചു. ഐക്യകണ്ഠേന എന്ന പദം തെറ്റല്ലേ മാഷേ? ഐകകണ്ഠ്യേന എന്നതല്ലേ ശരി? ഇന്ത്യ എന്നല്ലേ വേണ്ടത്? കുമാരൻ മാസ്റ്റർ പുച്ഛത്തോടെ നിഷേധിച്ചു. ഞാൻ പോസ്റ്റൽ കോച്ചിങ്ങിലൂടെയല്ല വിദ്വാൻ പാസ്സായത്. ബുദ്ധി ഉപയോഗിച്ച് പഠിച്ചിട്ട് തന്നെയാണ്. ആ പറഞ്ഞത് ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയിലൂടെ MA എടുത്ത ബാലൻ മാസ്റ്റർ കിട്ടൊരു കുത്താണെങ്കിലും അത് ശ്രദ്ധിക്കാതെ ബാലൻ മാസ്റ്റർ പറഞ്ഞു, മനുഷ്യരല്ലേ കുമാരൻ മാഷേ, തെറ്റുവരാൻ വഴിയില്ലേ? സർക്കാരിലേക്ക് പോവേണ്ട ഒരു നിവേദനമല്ലേ? ഒരു അധ്യാപകൻ അക്ഷരം തെറ്റിക്കുന്നത് ഭൂഷണമാണോ? എന്നെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്കെങ്ങനെയാ തെറ്റു മനസ്സിലാവുക? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് മലയാളം ഗ്രാമർ ഒരു പ്രശ്നമല്ലല്ലോ. ഒരേ സ്വരത്തിലൂടെ എന്നർത്ഥമുള്ള ഐക്യകണ്ഠേന എന്നതാ ശരി. പക്ഷെ ബാലൻ മാസ്റ്റർക്ക് അത് തീരെ ദഹിക്കുന്നില്ല. കുമാര,
ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെങ്കിലും ഞാനും ഈ കേരള പാണിനിയും ഭാഷാഭൂഷണം വൃത്തമഞ്ജരിയും ഒക്കെ കണ്ടവൻ തന്നെയാണ്. ഐകകണ്ഠ്യേന, അതായത് ഐകം ഒരേ ഒന്നായി, കണ്ഠ്യേന കണ്ഠത്തിലൂടെ ഒരേ കണ്ഠമായി, ഇന്ത്യയല്ല ഇന്ത്യ, അതാ ശരി. താൻ എവിടുത്തെ മലയാളം പണ്ഡിറ്റാടോ? ബാല, മര്യാദയ്ക്ക് സംസാരിക്കണം. എൻ്റെ മലയാളം പ്രാവീണ്യത്തെ ഇന്നുവരെ ഒരുത്തനും ചോദ്യം ചെയ്തിട്ടില്ല. ഈ സ്കൂളിൽ ഞാൻ 25 കൊല്ലമായി കയ്യിൽ കുത്തുന്നു. ഒരു ശിഷ്യനും എൻ്റെ ഗ്രാമറിൽ സംശയാലുവായിട്ടില്ല. ഇന്ത്യയല്ല ഇണ്ടയാ. അപ്പോഴാണ് യോഗത്തിൽ സന്നിഹിതനായിരുന്ന ഒരു ശുദ്ധ ഗ്രാമീണൻ എഴുന്നേറ്റത്. അല്ല മാഷന്മാരെ, പഠിപ്പില്ലെങ്കിലും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കൂ. 2 പേരുടെ വാദവും വേണ്ട. ആ അർത്ഥം വരുന്ന ഏകകണ്ഠമായി എന്ന് മാറ്റിയാൽ പ്രശ്നം തീരൂലേ? കുമാരൻ മാസ്റ്റർ വിട്ടില്ല. അതെങ്ങനെയാ തീരുന്നത്? അപ്പം ഞാൻ എഴുതിയ ഐക്യകണ്ഠേന തെറ്റാണെന്ന് സമ്മതിക്കലല്ലേ അത്? ഗ്രാമീണൻ തുടരാൻ ശ്രമിച്ചു. ആശയം വ്യക്തമാക്കുകയല്ലേ നമുക്ക് ആവശ്യം മാഷുമാരെ. താൻ ഏതുവരെ പഠിച്ചു? കുമാരൻ മാസ്റ്ററും ബാലൻ മാസ്റ്ററും ഒരുമിച്ചാണ് ചോദ്യം. ഞാൻ സാക്ഷരതാ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. എന്നാ മിണ്ടാതിരി. ഈ ബാലനെ വിവരം വെപ്പിക്കാമോ എന്ന് ഞാൻ നോക്കട്ടെ. കുമാരൻ മാസ്റ്റർ ബാലൻ മാസ്റ്ററുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയാണത് പറഞ്ഞത്. അപ്പോഴാവട്ടെ അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ ബാലൻ മാസ്റ്ററുടെ വലത് കണ്ണിൽ കൊണ്ടുപോയി. അത് കൽപ്പിച്ചു കൂട്ടിയാണെന്ന് ബാലൻ മാസ്റ്റർക്ക് തോന്നി. മലയാളത്തിന്റെ ABCD അറിയാത്ത തന്നെ ഏത് വിവരം കെട്ടവനാടാ മാഷാക്കിയത്? ഇത് പറഞ്ഞുകൊണ്ട് ബാലൻ മാസ്റ്റർ കുമാരൻ മാസ്റ്ററുടെ കണ്ണിലും ഒരു കുത്തു കൊടുത്തു. അതോടെ അടി തുടങ്ങി. ഗ്രാമീണർ തരിച്ചു നിന്നുപോയി. തരിപ്പ് തീർന്നപ്പോൾ അവർ കാണുന്നത് ബാലൻ മാസ്റ്ററും കുമാരൻ മാസ്റ്ററും പരസ്പരം മാന്തിയും നുള്ളിയും നിലത്ത് കിടന്ന് ഉരുളുന്നതാണ്. പെട്ടെന്നാണ് മാനത്ത് മഴക്കാരുണ്ട് കൂടിയതും പെരുമഴ ആർത്തിരമ്പി പെയ്തതും. സ്കൂളും പരിസരവും ഇരുട്ടിൽ മുങ്ങി. അനന്തരം പ്രളയം സംഭവിച്ചു. പ്രളയത്തിൽ മഞ്ഞപ്പാലം മുതൽ കൂട്ടാലിട വരെയുള്ള റോഡ് മുഴുവൻ, പിന്നെ ഗ്രാമം മുഴുവൻ മുങ്ങിപ്പോയി. തദനന്തരം ദൂരെ നോഹയുടെ പെട്ടകം പ്രത്യക്ഷമായി. വംശാവലിയുടെ നിലനിൽപ്പിനും തിരുവഴുത്ത് നിവൃത്തിയാക്കേണ്ടതിലുമായി കുമാരൻ മാസ്റ്ററും ബാലൻ മാസ്റ്ററും മാത്രം പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. നന്ദി.